ഹായ് ഫ്രണ്ട്സ്, ചെറിയ വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് മലേഷ്യയിലെ നാസി ഗോരിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫ്രൈഡ് റൈസ് എന്ന് പറയാം. ആ ഒരു കണക്കിനുള്ള സംഭവമാണ്. ഇവിടുത്തെ നോർമൽ ഒരു ഫുഡാണ്. എവിടെ പോയാലും ആളുകൾ എപ്പോഴും കിട്ടുന്ന ഒരു ലോക്കൽ ഫുഡാണ് ഈ സംഭവം. നമുക്കൊന്ന് കണ്ടുപോകാം ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും. ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടു, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് കണ്ടുപോകാം എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ്. ഇപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് കീര. ആദ്യം കീര ഇടും, അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ഇടും. എന്നിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ട് അതിലൊരു മുട്ട അടിച്ച് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ആഡ് ചെയ്യും. അതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ചോറ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ കിണ്ടിയതിന് ശേഷം പിന്നെ കുറച്ച് സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ മുളക് അരച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക് അത് ലാസ്റ്റിലാണ് ഇടിച്ച് ചതച്ച് അതിൽ കൂടെ അങ്ങനെ ഇടും. പിന്നെ നമുക്ക് അയ്യാം, അതായത് ഇവിടെ കോഴിയെ പറയുന്നതെന്ന് പറയുമ്പോൾ അയ്യാം എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ കോഴി വേണമെങ്കിൽ കോഴി, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആഡ് ചെയ്ത് ഇതിൽ കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്ത് തരും. ഞാനിപ്പോൾ കോഴിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് നാസി ഗോരിങ് അയ്യാം എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴീനെയാണ് ഈ അയാം എന്ന് പറയുന്നത്. നാസി എന്ന് പറയുമ്പോൾ ചോറ് നാസി, അയാം എന്ന് പറയുമ്പോൾ കോഴി. നാസി ഗോരിങ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് ഗോരിങ് എന്ന് പറയുന്നത്. അപ്പോൾ നാസി ഗോരിങ് അയാം, അതായത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആ ഒരു സംഭവമാണ് ഈ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഇട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മാഗിയുടെ പൗഡറാണ് ഇട്ടത്. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ കിണ്ടിയെടുത്ത് തരും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. പക്ഷേ എന്നെ പറ്റിച്ചു കളഞ്ഞു സംഭവം. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ മുട്ട മിസ് ചെയ്തു. കാരണം ഫസ്റ്റിലെ മുട്ട പൊരിച്ച് വെച്ചായിരുന്നു, പക്ഷേ കഴിക്കാൻ നേരത്തെ മുട്ട എനിക്ക് കിട്ടിയില്ല. ഞാനും മറന്നുപോയി. ഈ വീഡിയോയുടെ ഇതിൽ ഞാനും മറന്നുപോയി, മുട്ട എനിക്ക് മിസ്സായി. പിന്നെ ഇതിൽ എന്ന് പറയുമ്പോൾ കുക്കമ്പർ അങ്ങനെ, അതായത് ഇത് ചെറിയൊരു ഷോപ്പ് ആയതുകൊണ്ട് വലിയ ഡെക്കറേറ്റ് ഒന്നുമില്ല, വേവിച്ച് അങ്ങനെ തന്നെ തന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. വേറെ വലിയ ഷോപ്പിലൊക്കെ പോയി ഇത് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുക്കമ്പർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മറ്റേ ഇലയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ സാധനം എവിടെ പോയാലും ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്ത്. പക്ഷേ ഇത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ മലേഷ്യൻ ഫുഡ് നാസി ഗോരിങ് കുക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ പൊരിച്ച കോഴിയെ വെട്ടി നിറക്കി അതിലിട്ട് ഇനി മൊത്തത്തിൽ കൂടെ ആയിട്ട് ഒന്നിച്ചൊന്ന് കിണ്ടി, ഇനി കുറച്ച് പച്ചമുളക് ഇടിച്ച് ചതച്ചിട്ട് ഇങ്ങെടുത്ത് തരും. പക്ഷെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാം. അടിപൊളിയാണ്, നല്ലൊരു ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.